ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഹേസുങ് സൂഹയെ റിലീസ് ചെയ്യാനുള്ള പേപ്പറിൽ ഒപ്പിടുവാണ്. പോലീസുകാരൻ ചുറ്റിക്കെടുത്ത് നോക്കിയിട്ട് ഈ ആയുധം കൊണ്ട് നടക്കുന്നവനെ റിലീസ് ചെയ്താൽ നമുക്ക് പണി കിട്ടുമോ? അതായുധമൊന്നുമല്ല, ചുറ്റികയാണ്. എൻ്റെ വീടിൻ്റെ ഡോറ് നേരെയാക്കാനാണ് അവനത് കൊണ്ടുവന്നത്. നിങ്ങൾ അതിനത്ര ക്ലോസ് ആണോ? നീ അവൻ്റെ ഫാമിലിയും അല്ല ടീച്ചറും അല്ല എന്നല്ലേ പറഞ്ഞേ? കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്കിവനെ അറിയാം. ഇവനെനിക്ക് സ്വന്തം സഹോദരനെ പോലെയാ. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഫാമിലിയായി കൂട്ടിക്കോ. നീ ഒരു വക്കീലായതുകൊണ്ട് ഇവനെതിരെയുള്ള കേസ് ഒഴിവാക്കാൻ നുണ പറയുന്നതല്ലേ? അപ്പോൾ മറ്റേ പോലീസുകാരൻ, അല്ല അത് നുണയല്ല, ഇവരൊരുമിച്ചാണ് താമസിക്കുന്നതെന്നാണ് തോന്നുന്നേ. ഇത് കേട്ടതും ഹേസുങ്ങിന് ഇക്കിള് വരും. ഒരുമിച്ചോ? ആ സെൽഫോൺ കേസിൽ ഞാൻ വീട്ടിൽ പോയപ്പോൾ ഇവരൊരുമിച്ചായിരുന്നു. ഇന്ന് രാവിലെ ഞാനവിടെ പട്രോൾ ചെയ്യുമ്പോഴും ഇവരെ ഒരുമിച്ച് കണ്ടു. സൂഹയാണെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് പറയാൻ വരുമ്പോൾ ഹേസുങ് ഇടപെട്ട്, അതെ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഇവൻ സ്കൂളിൽ അവസാന വർഷം ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ? അവൾ സൂഹയെ നോക്കി മനസ്സിൽ ചിന്തിക്കും. എന്നോട് നിന്റെ സിസ്റ്ററിനെ പോലെ സംസാരിക്കുക. സൂഹ പോലീസുകാർ കേൾക്കാൻ വേണ്ടി അതേ ഹേസുങ് എന്ന് പറയും. പോലീസുകാരൻ അവൻ്റെ തലക്കിട്ടൊരു കൊട്ട് കൊടുത്തോണ്ട് പറയും, ഇനി നീ അയാളുടെ പുറകെ പോയി ശല്യപ്പെടുത്തിയ ആ നിമിഷം നിന്നെ അറസ്റ്റ് ചെയ്യും, മനസ്സിലായോ? സുഹ മറുത്ത് പറയാൻ ശ്രമിക്കുമ്പോൾ ഹേസുങ് അവൻ്റെ കയ്യിൽ പിടിച്ച് മനസ്സിൽ ചിന്തിക്കും, വേഗം എസ് എന്ന് പറ, അല്ലെങ്കിൽ നീ ഒരിക്കലും ഇവിടുന്ന് പുറത്തിറങ്ങില്ല. ഞാൻ ചെയ്തത് തെറ്റായിരുന്നു, ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് സൂഹ പറയും. പോലീസുകാരൻ പിന്നെ അവൻ്റെ തലക്കിട്ട് കൊട്ടാൻ പോകുമ്പോൾ ഹേസുങ് അയാളുടെ കൈ തടഞ്ഞു പറയും, മതി, ഇനി അവനെ തൊടണ്ട. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ തിരിച്ചു നടന്നു പോവാണ്. അപ്പോൾ പോലീസുകാരുടെ കാർ വന്ന് അവരുടെ അടുത്ത് നിർത്തും. രണ്ടുപേരും കയറിക്കോ, ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് അവർ പറയും. വേണ്ട, ഞങ്ങളൊരു ടാക്സി വിളിച്ച് പോയിക്കോളാം. നിങ്ങൾക്കിപ്പോൾ ടാക്സി ഒന്നും കിട്ടില്ല, ഞങ്ങളിപ്പോൾ ആ വഴിയാണ് പട്രോളിങ്ങിന് പോകുന്നത്. വാ, വന്ന് കയറുന്നു പറഞ്ഞ് അവരവരെ നിർബന്ധിച്ച് കൊണ്ടുപോകും. കാറിലിരുന്ന് അവർ സംസാരിക്കുവാണ്. മിൻകുക്കുമായിട്ട് നിങ്ങൾക്കെന്താ ബന്ധം? സെൽഫോൺ കേസിൻ്റെ സമയത്തും സൂഹ എന്നോട് പറഞ്ഞു അയാളത് ചെയ്തതെന്ന്. എന്നിട്ട് നിങ്ങൾ അയാളെക്കുറിച്ച് അന്വേഷിച്ചോ? ആ സെൽഫോണുമായിട്ട് അയാൾക്ക് ഒരു ബന്ധവുമില്ല. ജയിലിൽ നിന്ന് ഇറങ്ങിയത് മുതൽ അയാൾ നന്നായിട്ടാണ് ജീവിക്കുന്നത്. ഇങ്ങനെ പെരുമാറാൻ മാത്രം അയാൾ എന്താ ചെയ്തത്? 10 വർഷങ്ങൾക്ക് മുമ്പ് മിൻകുക്കാണ് ഇവൻ്റെ അച്ഛനെ കൊന്നത്. ഞാനായിരുന്നു ആ കൊലപാതകത്തിൻ്റെ ദൃക്സാക്ഷി. അങ്ങനെ അവർ വീടെത്തി. എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അയാളോടുള്ള ദേഷ്യം. എന്ന് വെച്ചാൽ അയാൾ സമാധാനമായി ജീവിക്കുമ്പോൾ അയാളെ പോയി ഉപദ്രവിക്കാൻ പാടില്ല. ഞങ്ങൾ മിൻകുക്കിനെ കുറിച്ച് അന്വേഷിക്കാം, അതുവരെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എന്നിട്ട് ഹേസുങ്ങിനോട് പ്രത്യേകമായിട്ട് പറയും, ഇവനെങ്ങാനും ഓടിപ്പോയാൽ നിനക്കാ ഉത്തരവാദിത്വം. ഹേസുങ് അവൻ്റെ കഴുത്ത് പിടിച്ചിട്ട്, പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. പോലീസുകാർ, നിങ്ങളെന്താ കാത്തു നിൽക്കുന്നത്? വീട്ടിൽ പോകുന്നില്ലേ? പോവാന്ന് പറഞ്ഞ് വേറെ രക്ഷയില്ലാതെ അവരൊരുമിച്ച് കയറിപ്പോവും. സൂഹ നോക്കുമ്പോൾ, ഇവിടെ എന്താ മെൻസിൻ്റെ ഷൂ? വേറെ ആരെങ്കിലും നിൻ്റെ കൂടെ ഉണ്ടോ? മറ്റുള്ളവർ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ അതവിടെ വെച്ചതെന്ന് ഹേസുങ് പറയും. നീ ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല, എനിക്ക് വിശക്കുന്നില്ല. വെറുതെ ജാടയിടണ്ട. എന്നെ നിൻ്റെ സിസ്റ്ററായിട്ട് കണ്ട ഞാൻ നിനക്ക് ഭക്ഷണം തരാം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വിശക്കുന്നില്ലെന്ന്. പക്ഷേ അവൻ്റെ വയറ്റിൽ നിന്ന് വിശന്നിട്ട് മൂളാൻ തുടങ്ങും. ഞാൻ വീട്ടിൽ പോവാണെന്നും പറഞ്ഞ് അവൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ, ഇവിടെ നിൽക്ക്, നീ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് പോലീസുകാരോട് നുണ പറഞ്ഞാൽ ഞാൻ നിന്നെ പുറത്തിറക്കിയേ. അതുകൊണ്ട് കുറച്ച് ദിവസം എൻ്റെ ബ്രദറായിട്ട് ഇവിടെ നിൽക്കുക. പക്ഷേ അവൾ ശരിക്കും മനസ്സ് വിചാരിക്കുന്നത്, ഇനി ആ മിൻകുക്ക് വന്നാൽ എന്ത് ചെയ്യും? ഈ കുട്ടി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചെങ്കിലും ധൈര്യമായി. സുഹയ്ക്കും ഇത് മനസ്സിലായി. സുഹ സോഫയിൽ കിടന്ന് ഉറങ്ങുവാണ്. അവൻ്റെ കയ്യിൽ മുറിവ് കാണും. അവൾ വന്ന് മരുന്നൊക്കെ തേച്ച് മുറിവ് വെച്ച് കെട്ടിക്കൊടുക്കും. സുഹ ഇതൊക്കെ കാണുന്നുണ്ട്, പക്ഷേ അവൻ അറിയാത്തതുപോലെ കിടക്കും. പിറ്റേന്നായി സുഹ ഡോറ് ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ വന്ന് ഡോറ് തുറക്കും. അവനാണെങ്കിൽ നിലത്തേക്ക് വീഴും. അവൾ സോറി എന്ന് പറഞ്ഞ് പുറത്തിറങ്ങും. അവനവളെ അടിമുടി നോക്കി, നീ ഇങ്ങനെയാണോ പോകുന്നേ? എന്താ ഈ കൂടെയൊക്കെ? മിൻകുക്കിനെ ഇത് വെച്ച് നേരിടാന്നാണോ നീ വിചാരിക്കുന്നത്? നിനക്ക് മറ്റുള്ളവരുടെ ചിന്തയെല്ലാം അറിയുന്നതുകൊണ്ട് എല്ലാ കാര്യവും ഈസി അല്ലേ? ഇങ്ങനെ ഓഫീസിൽ പോയാൽ കുഴപ്പമൊന്നുമില്ലേ? എനിക്ക് ആദ്യം സർവൈവ് ചെയ്യണം, എന്നിട്ടല്ലേ ഓഫീസ്. അവൾ ചിന്തിക്കുവാണ്, ഞാനിനി വല്ല സെൽഫ് ഡിഫെൻസ് ക്ലാസ്സിനോ മറ്റോ പോവേണ്ടി വരും. ഇത് മനസ്സിലായ സൂഹ വന്നിട്ട് കുടയെടുത്ത് മുൻപിൽ പിടിക്കണമെന്ന് പറയും. എന്നിട്ട് പുറകിൽ നിന്ന് അറ്റാക്ക് ചെയ്താൽ ഇങ്ങനെ കുത്തണം, കുടയില്ലെങ്കിൽ കൈമുട്ട് വെച്ചിടിക്കണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കും. നീ ഇന്നലെ മിൻകുക്കിനെ കണ്ടപ്പോൾ അവൻ ചിന്തിക്കുന്നത് വായിച്ചായിരുന്നോ? അവനാണോ സെൽഫോൺ കേസിന് പുറകിൽ? അതെ. അവൻ എന്നോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞോ? ഇപ്പോൾ അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, പോലീസുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനും ഇവിടെയുണ്ട്, വാ നമുക്ക് പോവാമെന്ന് അവൻ പറയും. അവർ രണ്ടും താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ മിൻകുക്ക് അവിടെ ഒളിച്ചു നിൽപ്പുണ്ട്. അയാൾ അവരെ തന്നെ നോക്കി നിൽക്കും. അയാൾ തന്നെ പറയും, ഇവൻ കാരണം എനിക്ക് അവളെ തൊടാൻ കഴിയില്ല. എന്നിട്ട് അയാൾ അന്ന് എടുത്തുകൊണ്ട് വന്ന പോസ്റ്റർ നോക്കും. ഇതൊരു എളുപ്പവഴി ആയിരിക്കുമോ എന്ന് പറഞ്ഞ് അതിലെ ഹേസുങ്ങിൻ്റെ അമ്മയുടെ ഫ്രൈഡ് ചിക്കൻ ഷോപ്പിൻ്റെ അഡ്രസ്സ് ശ്രദ്ധിക്കും. ഇപ്പോൾ ഹേസുങ്ങും സൂഹയും കൂടെ ബസ് സ്റ്റാൻഡിലാണ്. അവളുടെ അമ്മ ഫോൺ വിളിക്കുവാണ്. ഞാൻ അന്നത്തെ ബ്ലൈൻഡ് ഡേറ്റിൻ്റെ കാര്യം പറയാൻ വിളിച്ചതാ. ബ്ലൈൻഡ് ഡേറ്റോ? അവനെ കാണാൻ എങ്ങനെയുണ്ട്? സുഹ ഇയർഫോൺ എടുത്ത് മാറ്റി ശ്രദ്ധിക്കും. അവൻ നല്ല ഹംബിൾ ആൻഡ് സിമ്പിൾ പേഴ്സൺ ആണെന്ന് അമ്മ പറയും. അതല്ല, അവൻ്റെ ബോഡി എങ്ങനെയുണ്ട്? നല്ല മസിലൊക്കെ ഉണ്ടോ? അമ്മ ദേഷ്യപ്പെട്ടിട്ട്, ഞാൻ അവൻ്റെ തുണിയൊന്നും ഊരി നോക്കിയില്ല, അവൻ്റെ കൈയൊക്കെ കണ്ടിട്ട് നല്ല കരിങ്കല് പോലെ ഇരിക്കുന്നത്. അത് മതി, എങ്കിൽ അടുത്ത ആഴ്ച അയാളെ കാണാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ഫോൺ വെക്കും.
എന്നിട്ട് അവൾ ചിന്തിക്കുവാണ്, എനിക്കൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയാൽ കുറച്ച് സേഫായി തോന്നുമായിരിക്കും. ഇത് മനസ്സിലായി സൂഹ പെട്ടെന്ന്, നിൻ്റെ സെൽഫോൺ ഒന്ന് തന്നെ. എന്തിന്? ഞാൻ ഒരു ട്രാക്കർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പോവാ. അതെന്താ സംഭവം? ഇത് വെച്ച് നമ്മൾ രണ്ടുപേരും എവിടെയാണെന്ന് പരസ്പരം കാണാൻ പറ്റും. അപ്പോൾ എനിക്കെന്തെങ്കിലും പറ്റിയാൽ നിനക്ക് എന്നെ കണ്ടുപിടിക്കാൻ കഴിയുമല്ലേ? അതേന്ന് സൂഹ പറയും. ഹോ, നീ ഒരു കില്ലാടി തന്നെയെന്ന് പറഞ്ഞ് ഹേസുങ് ആശ്ചര്യപ്പെടും. അടുത്ത സീനിൽ ചോയെയും മൂത്ത വക്കീലിനെയാണ് കാണിക്കുന്നത്. അവർ രണ്ടും കൂടെ ഒരു കോഫി ഷോപ്പിൽ വന്ന് ഓർഡർ ചെയ്യുവാണ്. എവിടെ ചായ? ഹേസുങ് എവിടെ പോയെന്ന് മൂത്ത വക്കീൽ ചോദിക്കും. അവർ രണ്ടും കൂടെ ആ ട്വിൻസിനെ കാണാൻ പോയിരിക്കുക. ഈ കേസ് കോംപ്ലിക്കേറ്റഡ് ആവുകയാണല്ലോ. ആദ്യം അവർ രണ്ടുപേരും അവരാ കുത്തിയെന്ന് പറഞ്ഞു, ഇപ്പോഴോ ഞാനല്ല കുത്തിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചാ വന്നിട്ട് അയാളുടെ കക്ഷിയെ ചോദ്യം ചെയ്യുന്നത് കാണിക്കും. നിനക്ക് 2 വർഷം മുമ്പ് ഒരു ക്രിമിനൽ റെക്കോർഡ് ഉണ്ടല്ലേ? അത് മറ്റവന് പഠിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ കുറച്ച് വീട്ടിൽ കയറി മോഷ്ടിച്ചതാ. ഹേസുങ് അവളുടെ കക്ഷിയോടും ചോദിക്കും, എന്തിനാ നിൻ്റെ ബ്രദർ മോഷണം നടത്തിയത്? അവനൊരു നല്ല മനുഷ്യനായിരുന്നു, ചൂത് കളിച്ചാൽ ഇങ്ങനെയായത്. നിൻ്റെ ബ്രദർ എന്തിനാ നിന്നെ ഈ കേസിൽ കൊടുക്കാൻ നോക്കുന്നതെന്നാണ് നീ വിചാരിക്കുന്നത്? കാരണം അവനെ ഇഷ്ടമല്ല. എന്നെ കാണുമ്പോഴൊക്കെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാനാണ് അവൻ എന്നോട് പറയുന്നത്. അപ്പോൾ അവൻ ഈ കുറ്റം ഉപയോഗിച്ച് നിന്നെ ജയിലിലാക്കാനാണ് ശ്രമിക്കുന്നതല്ലേ? തീർച്ചയായും എനിക്ക് ഓൾറെഡി ഒരു കേസ് ഉള്ളതുകൊണ്ട് എല്ലാവരും ഞാനാ കുറ്റവാളിയെന്ന് ചിന്തിക്കും. ഹേസുങ്ങും ഇതുപോലെ, നിൻ്റെ സഹോദരൻ എന്താ നിന്നെ കുറ്റവാളിയാക്കാൻ നോക്കുന്നേ? അവൻ എപ്പോഴും എന്നോട് കുശുമ്പായിരുന്നു. ഞാൻ കോളേജിൽ പോയി, ക്രിമിനൽ റെക്കോർഡും ഇല്ല, നമുക്ക് ഒരേ മുഖമായിട്ട് എന്താ 2 ജീവിതമെന്ന് അവൻ എപ്പോഴും എന്നോട് ചോദിക്കുമായിരുന്നു. എൻ്റെ ലൈഫിലുള്ള എല്ലാത്തിനോടും അവന് കുശുമ്പായിരുന്നു. അതിൽ നിൻ്റെ ഗേൾ ഫ്രണ്ട് ഉൾപ്പെടുവോ? അവൻ അതെന്ന് തലയാട്ടും. ഇപ്പോൾ ചോയെയും മൂത്ത വക്കീലിനെയും വീണ്ടും കാണിക്കുകയാണ്. ആരാണ് കില്ലറെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് ഇറ്റവോണിലെ മർഡർ കേസ് പോലെ ആവില്ലേ? അങ്ങനെയാണെങ്കിൽ അവരെ രണ്ടുപേരെയും വെറുതെ വിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രോസിക്യൂട്ടർ 2 പേർക്കെതിരെയും കുറ്റം ചുമത്തിയിരിക്കുന്നത്. അവർ നോക്കുമ്പോൾ ഹേസുങ് നടന്നു പോകുന്നത് കാണും. അവൾ കുടയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, ഇന്നെന്താ മഴ പെയ്യാൻ പോവാണോ? ദേ ലോയർ ചായും സന്തോഷത്തോടെ ചാടിത്തുള്ളി വരുന്നുണ്ട്. അയാൾ അവളുടെ പുറകിൽ വന്ന് പേടിപ്പിക്കും. അവൾ പേടിച്ച് കാറി കുട വെച്ച് ഒറ്റ കുത്തു കൊടുക്കും. പിന്നെ പല പല മർമ്മസ്ഥാനങ്ങളിലും ഇടി കൊടുക്കും. അയാൾ വേദന കാരണം നിലത്തിരുന്ന് പോകും. അവളാണെങ്കിൽ അബദ്ധം പറ്റിയല്ലോ എന്ന ഭാവത്തിൽ നിൽക്കും. ഇപ്പോൾ ക്യാൻറ്റീനിൽ ഹേസുങ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോഹുനും അവിടെ വന്നിരിക്കും. നിനക്കെന്താ വേണ്ടേ? ഹേസുങ് ചോദിക്കും. ട്വിൻ കേസിലെ പ്രതികളെ നീ പോയി കണ്ടോ? ഓ, അത് ചോദിക്കാനാണോ നീ വന്നേ? സത്യം പറ, നിനക്കും അറിയില്ല ആരാണ് കില്ലറെന്ന് അല്ലേ? അതുകൊണ്ടാണ് നീ 2 പേർക്കെതിരെയും കുറ്റം ചുമത്തിയിരിക്കുന്നത്. അതെ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. എന്താ അത്? അതറിഞ്ഞാൽ നീ എന്നെ സഹായിക്കുമോ? ഇല്ല, എനിക്കൊന്നും അറിയണ്ടെന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകും. ജഡ്ജിയും കൂടിയുള്ളവർ നടന്നു പോകുമ്പോൾ ഹേസുങ് വട്ടം കറങ്ങുന്നത് കാണും. അവൾ ആദ്യം കറങ്ങാൻ തുടങ്ങിയല്ലോ എന്ന് ജഡ്ജി പറയും. അവൾ വട്ടം കറങ്ങിക്കൊണ്ട് ചിന്തിക്കുവാണ്, എന്തായിരിക്കും അവളുടെ പ്ലാൻ? അവൾ എന്നോട് ഇനി നുണ പറഞ്ഞതായിരിക്കുമോ? ഷോ, എനിക്ക് ഭ്രാന്താവുന്നല്ലോ. അവളുടെ ഫോണിലൊരു മെസ്സേജ് വരും. സൂഹയാണ്, നീ എപ്പോഴാണ് ഇറങ്ങുക? ഞാൻ നിന്നെ വന്ന് കൂട്ടാം. ശരിയാണല്ലോ, എനിക്ക് സൂഹയുണ്ടല്ലോ. അവൾ തിരിച്ച് മെസ്സേജ് അയക്കും, എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പ് വേണം. സൂഹ ക്ലാസ് നടക്കുന്നതിനിടയ്ക്കാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. പുറകിലിരുന്ന കിംചുങ് ഇത് കാണുന്നുണ്ട്. അവൻ ഫോൺ തട്ടിപ്പറിച്ചിട്ട് സൂഹ ക്ലാസ്സിനിടയ്ക്ക് മെസ്സേജ് അയക്കുവാണെന്ന് വിളിച്ചു പറയും. സാറ് വന്നിട്ട് ഫോൺ മേടിച്ചു വെക്കും. ഇന്ന് രാത്രി നൈറ്റ് ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് നീ പോയാൽ മതി എന്ന് പറയും. അങ്ങനെ രാത്രിയായി, പെരുമഴയാണ്. ഹേസുങ് കോടതിയിൽ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുവാണ്. സൂഹയാണെങ്കിൽ വിളിച്ചിട്ടുണ്ട്, കിട്ടുന്നുമില്ല. ലോയർ ചാ പുറകിൽ വരുന്നുണ്ട്. അയാളുടെ കുടയുണ്ട്, പക്ഷേ അയാൾ അത് ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട് ഹേസുങ്ങിനോട്, ഹോ എന്തു മഴയാ, ഞാനാണെങ്കിൽ കുടയും കൊണ്ടുവന്നിട്ടില്ല, നമുക്ക് നിൻ്റെ കൂടെ ഷെയർ ചെയ്താലോ? ഇല്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആദ്യം നമുക്ക് നിൻ്റെ വീട് വരെ പോകാം, അവിടെ നിന്ന് നീ എനിക്ക് കുട തന്നാൽ മതി. അവൾക്കത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും നീ കുട പിടിച്ചോന്നും പറഞ്ഞ് അവൾ കൊടുക്കും. അവർ രണ്ടും കൂടെ അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ സൂഹ സമയം നോക്കിക്കൊണ്ടിരിക്കും. അവൻ പതിയെ ഒളിച്ചു പോകാൻ ശ്രമിക്കുമ്പോൾ സാറ് കണ്ടിട്ട് അവനെ പിടിച്ചിരുത്തും. സ്വർണ്ണമുടിക്കാരി ഇതെല്ലാം കണ്ടിട്ട് അവനെ സഹായിക്കാൻ വേണ്ടി വയറുവേദന അഭിനയിക്കാൻ തുടങ്ങും. അയ്യോ, എൻ്റെ വയറ് വേദനിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ കാറും. പ്ലീസ് എന്നെ ഒന്ന് ക്ലിനിക്കിൽ കൊണ്ടുപോകണേ. ഇതിനിടയ്ക്ക് കിംചുങ് ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഓടി വരും. അവളാണെങ്കിൽ അവനെ തള്ളിയിടും. സാർ വേഗം അവളെ പൊക്കിക്കൊണ്ട് പോകാൻ സൂഹയോട് പറയും. അവൻ അവളെ എടുത്ത് ഓടും. കുറച്ചാകുമ്പോൾ അവൾ എന്നെ താഴെ ഇറക്കിക്കൊള്ളാൻ സൂഹയോട് പറയും. നീ ഹേസിങ്ങിനെ കാണാൻ പോവല്ലേ? അതെ, അവൾ എന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവൾ അവനോട് ഇന്നാ നിൻ്റെ ഫോണെന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കും. ഞാൻ താഴെ വീണപ്പോൾ സാറിൻ്റെ നിന്ന് അടിച്ചു മാറ്റിയതാ. ഒരുപാട് താങ്ക് യു, ഞാൻ നിന്നെ നാളെ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ ഓടിപ്പോവും.